ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവി നല്ല രീതിയിൽ MBA ഒക്കെ പഠിച്ച കുട്ടിയാണല്ലോ. അതുകൊണ്ട് തന്നെ ബാലൻ്റെ വീട്ടിലുള്ള പ്രത്യേകിച്ച് ബാലൻ തന്നെയാണ് പറയുന്നത്, ഈ കുട്ടി എന്തിനാ ഇവിടെ, ദേവി മോൾ ഇവിടെ കിടന്ന് ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണ്ട, ഇവിടെ ആരെങ്കിലൊക്കെ ജോലി ചെയ്തോളൂ, മോൾ ഈ അടുക്കളയിൽ ഒതുങ്ങേണ്ട ഒരാളൊന്നല്ല, മോൾ എന്തായാലും ജോലിക്ക് പോകാൻ തയ്യാറായിക്കോളൂ, ഞാൻ എന്തായാലും എൻ്റെ സുഹൃത്തിൻ്റെ കമ്പനിയിൽ മോൾക്ക് നല്ലൊരു ജോലി ഞാൻ വാങ്ങിത്തരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ദേവി ഞെട്ടിപ്പോവുകയാണ്. ദേവി ആകെ സങ്കടപ്പെടുന്നുണ്ട്. ദേവി പറയാണ്, വേണ്ട, എനിക്ക് അങ്ങനെ ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല, എനിക്ക് ഞാൻ ഇവിടെ നിന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഗോമതി പറയുന്നുണ്ട്, അതെന്താ മോളെ, ഈ കാലഘട്ടത്തിൽ ഏത് പെൺകുട്ടിയാണ് ജോലിക്ക് പോകാൻ തയ്യാറല്ലാത്തത്? പിന്നെ അടുക്കളയിലെ കാര്യം ആലോചിച്ചാണെങ്കിൽ മോള് വിഷമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോളാം, മോള് വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ എല്ലാം ചെയ്തിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ദേവിയെ നിർബന്ധിക്കുകയാണ്, ഇനി വേറെ ഒരു ഇതും പറയണ്ട, പോയി വീട്ടിൽ പോയിട്ട് സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വേഗം വായോ എന്ന് പറയുകയാണ്. അങ്ങനെ ദേവി സങ്കടപ്പെട്ട് വേഗം തന്നെ അവിടേക്ക് വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഉദയഭാനുവിനോടും അതുപോലെ അമ്മയോടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, വേണ്ടമ്മേ, ഇനി ഈ ഒരു കള്ളത്തരിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണ്ട, എനിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി, അതുകൊണ്ട് എല്ലാവരോടും സത്യം പറയാം അമ്മേ എന്നൊക്കെ പറയുമ്പോൾ, നീ മിണ്ടാതിരുന്ന അവിടെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്യാണം നടത്തി, നുണ പറഞ്ഞ് കല്യാണം നടത്തിയിട്ട് നീ അത് തകർക്കാൻ ഒരു നിമിഷം കൊണ്ട്, നിനക്ക് താഴെ ഒരു അനിയത്തിയുണ്ട്, അതിൻ്റെ കാര്യം നീ വല്ലത് ആലോചിക്കുന്നുണ്ടോ? ആ പെൺകുട്ടിയെയും കൂടി പുറത്തിറക്കണം, എന്നിട്ട് വേണം പിന്നെ എന്തെങ്കിലും ആവണമെങ്കിൽ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ഉദയഭാനു പറയാണ്, മോൾ എന്തായാലും ടെൻഷൻ അടിക്കണ്ട, ഞാൻ അതിനൊരു മാർഗം കണ്ടിട്ടുണ്ട് എന്ന് പറയണം. അപ്പം എന്താ അച്ഛാ എന്ന് ചോദിക്കുന്ന സമയത്ത്, വേറൊന്നല്ല, മോളുടെ വീട്ടിൽ എന്തായാലും ഒരു ദിവസം, എന്തായാലും ഇന്ന് തന്നെ ആയിക്കോട്ടെ, ഇന്ന് മോളുടെ വീട്ടിൽ കള്ളം കയറും. അപ്പോൾ കള്ളം കയറുമ്പോൾ കുറച്ച് സ്വർണവും അതുപോലെ തന്നെ അതോടൊപ്പം മോളുടെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടില്ലോ എന്ന് പറഞ്ഞ് മോൾക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അതാരാ കള്ളൻ? വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് കള്ളനായിട്ട് വരുന്നത് എന്ന് പറയുമ്പോൾ, അയ്യോ അത് വേണ്ട അച്ഛാ എന്ന് പറയുന്നുണ്ട്. അത് സാരില്ല, മോള് പേടിക്കേണ്ട, ഒരു കാരണവശാലും മോള് പേടിക്കേണ്ട, മോളൊരു കാര്യം ചെയ്താൽ മതി, ആ രാത്രി സമയത്ത് ആ ഡോറൊന്ന് പതുക്കെ തുറന്നിട്ടാൽ മതി, ഞാൻ ബാക്കിയുള്ളത് ഞാൻ ഏറ്റു, ഞാൻ ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല, മോള് പിന്നെ സമാധാനമായിട്ട് അവിടെ കഴിയുകയും ചെയ്യാം എന്നിങ്ങനെ പറയുമ്പോൾ ദേവിക്ക് നല്ല പേടിയുണ്ട്. അപ്പം ദേവി പറയാണ്, ശരി അച്ഛാ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ മോള് സമാധാനത്തോട് വീട്ടിലേക്ക് പോക്കോ. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ എടുത്ത് നേരെ ദേവി വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ വീട്ടിൽ സർട്ടിഫിക്കറ്റൊക്കെ എടുത്തു വെക്കുന്നുണ്ട്. ദേവിക്ക് രാത്രിയായി, ദേവിക്ക് സമാധാനമില്ല, ഇപ്പം അച്ഛൻ വരും, ഈ ഒരു രാത്രി എന്നെ കാക്കണേ ദൈവമേ, പിന്നെ ഞാനൊരു കാര്യം പോലും ദൈവത്തിനോട് ആവശ്യപ്പെടില്ല, ഇതിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് കിടക്കാൻ നേരം. അപ്പം സമയത്ത് ആനന്ദ് അരികിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉദയഭാനു വിളിക്കുന്നത്. അപ്പോൾ ഉദയഭാനു വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ റൂം തുറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വഴിയിലായിട്ട് അവിടെ നമ്മുടെ മാമൻ കിടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ സമയത്ത് അവൾ അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് സംസാരിക്കുകയാണ്. എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. എന്തായി മോളെ, എല്ലാവരും ഉറങ്ങിയോ? അപ്പോൾ എല്ലാവരും ഉറങ്ങി, മോളെ വാതിൽ ഫ്രണ്ട് ഡോർ തുറന്നിട്ടോളോട്ടോ എന്ന് പറയുമ്പോൾ, ആ ശരി അച്ഛാ ഞാൻ തുറന്നിട്ടോളാം, എനിക്ക് നല്ല പേടിയുണ്ട് അച്ഛാ എന്ന് പറയുമ്പോൾ, മോൾ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഉദയഭാൻ അങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ദേവി ഫോൺ കട്ട് ചെയ്തിട്ട് പതുക്കെ പോയി ആ ഡോറ് തുറന്ന് പതുക്കെ വെക്കുകയാണ്. അപ്പോൾ പതുക്കെ ഡോറൊക്കെ തുറന്ന് വെച്ച് വേഗം അവിടെ ചെന്ന് ആനന്ദിൻ്റെ അരികിൽ കിടക്കാൻ നേരം ആനന്ദ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആനന്ദ് ചോദിക്കും, ആരാണ് ഈ രാത്രിയിൽ, ഈ പതിരാത്രിയിൽ ഫോൺ ചെയ്യണത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഒരു വെപ്രാളൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേവിക്കുണ്ട്. അപ്പോൾ ദേവി പറയാണ്, അത് പിന്നെ അമ്മയാണ് എന്ന് പറയുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ ഈ നേരത്തെ വിളിക്കാൻ പറ്റുള്ളൂ, അമ്മയ്ക്ക് എൻ്റെ പകലൊന്നും സമയമില്ലേ വിളിക്കാനായിട്ട് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതല്ല, പണിയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഈ സമയത്ത് ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കണതാണെന്ന് പറയുന്നുണ്ട്. അതിന് ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ, നീ എന്തിനാ പുറത്ത് പോയിട്ടൊക്കെ സംസാരിക്കണേ? എന്തോ ഒരു കള്ളത്തരമുള്ള പോലെയൊക്കെ ഇങ്ങനെ നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്. ഒന്നുമില്ല കേട്ടാ എന്ന് പറയുമ്പോൾ, ശരി എന്നാൽ നീ കിടക്ക് എന്നും പറഞ്ഞിട്ട് അങ്ങനെ ദേവി അങ്ങോട്ട് ആനന്ദിൻ്റെ അരികിൽ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ അവളിങ്ങനെ പേടിച്ച് വിറച്ച് കിടക്കുന്നുണ്ട്. അതേ സമയത്ത് അവിടെ കിടക്കുന്ന നമ്മുടെ ധർമ്മനുണ്ടല്ലോ, ധർമ്മൻ എണീക്കുകയാണ്. അപ്പോൾ ധർമ്മന് വെള്ളം ദാഹിച്ചിട്ടാണ് എണീക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ആര്യം വന്നിട്ടില്ല കേട്ടോ, ആരും ജോലി കഴിഞ്ഞ് വന്നിട്ടില്ല. അവനിപ്പോൾ ടാക്സിയാണ് ഓടിക്കുന്നത്. അവൻ്റെ ആദ്യത്തെ ജോലി അവൻ വേണ്ടാന്ന് വെച്ചു, ഇപ്പോൾ ടാക്സിയാണ്. അപ്പം മിത്ര ഉറങ്ങിയിട്ടില്ല. മിത്രയാണെങ്കിൽ ആര്യനിങ്ങനെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്. ആദ്യം ഒന്ന് മിസ് കോൾ അടിച്ച് വെക്കുകയാണ്, ഇനിയിപ്പോൾ ഓട്ടത്തിലെങ്ങനാണെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് വിളിക്കുന്നുണ്ട് ആര്യൻ.
അപ്പം എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ എപ്പോഴാ വരാ എന്ന് ചോദിക്കുകയാണ്. ഞാനൊരു 4 മണി 5 മണി ആ നേരം ആവും. അപ്പോൾ ഓട്ടം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉറക്കം ഉളച്ചൊന്നും വണ്ടി ഓടിക്കേണ്ട കേട്ടോ, കുറച്ച് നേരമൊക്കെ കിടന്നിട്ട് ഉറങ്ങിയിട്ടൊക്കെ മതിയിട്ടോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മിത്ര പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ വന്നോളാം, നീ കിടന്നു, എന്ത് നിനക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അവിടെ ധർമ്മൻ എണീക്കുന്നത്. ധർമ്മന് വെള്ളം ദാഹിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ധർമ്മൻ തന്നെ ഇങ്ങനെ എഴുന്നേറ്റിരുന്നിട്ട് പറയുന്നുണ്ട്, ഓ ഞാൻ എന്ന് തലക്കിൽ വെള്ളം കൊണ്ടുവച്ച് കഴിഞ്ഞാലും എനിക്കപ്പോൾ വെള്ളം കുടിക്കാൻ തോന്നില്ല, ഇപ്പൊ കൊണ്ടുവയ്ക്കാതെ വന്നപ്പോൾ ദാഹത്തോട് ദാഹമായി എന്നും പറഞ്ഞ് അങ്ങനെ എഴുന്നേൽക്കുകയാണ്. അങ്ങനെ നേരെ അടുക്കളയിൽ പോയി ഒരു വെള്ളമൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം വീണ്ടും അവിടെ കിടക്കാൻ നിൽക്കുന്ന നേരമാണ് ഡോറ് തുറന്ന് കിടക്കണ കാണുന്നത്. അപ്പം ഇതെന്താ ഈ ഡോറ് തുറന്ന് കിടക്കണത്, ഇത് ആരാ ഇത് തുറന്നിട്ടത്? എല്ലാ ദിവസവും സെക്യൂരിറ്റി പോലെ വാച്ച്മാനെ പോലെ ഇവിടുത്തെ ബാലൻ എന്ന് പറയുന്ന ആള്, ബാലൻ വാച്ച്മാൻ എല്ലാ ദിവസവും വന്ന് വാതിലൊക്കെ നോക്കിയിട്ടാണല്ലോ കിടന്നുറങ്ങാറ്, ഇന്നെന്താ നോക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് ധർമ്മൻ. അങ്ങനെ നമ്മുടെ ധർമ്മൻ ചെന്നിട്ട് ആ വാതിൽ കുറ്റിയിടുകയാണ് കേട്ടോ. എന്നിട്ട് വേഗം തന്നെ അവിടെ വന്ന് കിടക്കുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ ഉദയഭാനു വരുന്നത്. അങ്ങനെ ഉദയഭാനു വാതിലിങ്ങനെ തള്ളുകയാണ്. 2-3 പ്രാവശ്യം ഇങ്ങനെ തള്ളണ സമയത്തും വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ ഇവളിത് വാതിൽ തുറന്നിട്ടില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഉദയഭാനു. എന്നിട്ട് വേഗം ഫോൺ എടുത്തിട്ട് വീണ്ടും നമ്മുടെ ദേവിയെ വിളിക്കുകയാണ്. ദേവി എന്താ അച്ഛാ എന്ന് ചോദിക്കുന്നുണ്ട്. മാറി നിന്നിട്ട് തന്നെയാണ് ചോദിക്കുന്നത്. അപ്പൊ പറയുന്നുണ്ട്, എന്താ മോളെ വാതിൽ തുറന്നിട്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇല്ല മോളെ ഇത് അടച്ചിരിക്കുകയാണെന്ന് പറയുമ്പോൾ, വരട്ടെ അച്ഛാ അവിടെ തന്നെ നിൽക്ക്, ഞാൻ എന്നാൽ വാതിൽ തുറന്നിടാം എന്ന് പറയുന്നുണ്ട്. ശരി മോളെ എന്ന് പറഞ്ഞിട്ട് വേഗം വീണ്ടും നമ്മുടെ ദേവി പമ്മി വന്ന് വാതിലൊക്കെ വീണ്ടും തുറന്നിടുകയാണ്. എന്നിട്ട് വീണ്ടും ആനന്ദിന്റെ അരികിൽ ചെന്ന് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉദയഭാനു പതുക്കനെ ആ ഡോറ് തള്ളി തുറക്കുകയാണ്. അങ്ങനെ തള്ളി തുറന്നിട്ട് വേഗം തന്നെ അകത്തേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ധർമ്മൻ കിടക്കുന്നുണ്ട്. അങ്ങനെ ധർമ്മനൊക്കെ കവച്ച് വെച്ച് അങ്ങനെ അപ്പുറത്തൊക്കെ ഒരു ഇതിന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്തായിരിക്കും ധർമ്മൻ എഴുന്നേൽക്കുന്നത്. ധർമ്മൻ പെട്ടെന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡോറ് പിന്നെയും തുറന്നിട്ടിട്ടുണ്ട്, ഇതെന്തത് എന്നും പറഞ്ഞിങ്ങനെ നിൽക്കാണ്. പെട്ടെന്നായിരിക്കും ഒരു തൂണിന്റെ മറവില് നമ്മുടെ ഉദയഭാനു മറഞ്ഞു നിൽക്കുന്ന കാഴ്ച ധർമ്മം കാണുന്നത്. അതാരാ നിൽക്കുന്നത്, ആരാ എന്ന് 2-3 പ്രാവശ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കാണുമ്പോൾ ഓടിച്ചെന്ന് അവന്റെ പുറകിൽ കൂടെ ഇങ്ങനെ വട്ടം കെട്ടിപ്പിടിക്കുകയാണ് ധർമ്മൻ ചെയ്യുന്നത്. അപ്പൊ മുഖം കാണുന്നില്ല, പുറകിലൂടാണല്ലോ കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ ഇടാ കള്ള എന്നും പറഞ്ഞിട്ട് തലയ്ക്ക് ഇങ്ങനെ 2-3 അടിയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അവന് ഇതാക്കാനുള്ള ഒരു വെപ്രാളത്തിൽ നമ്മുടെ ധർമ്മനെ തട്ടിയിട്ടിട്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ഉദയഭാനു. അപ്പോൾ ഉദയഭാന്റെ മുഖമൊന്നും ധർമ്മം കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഈ കള്ളനോ ഇതിന്റെ അകത്തൊന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ധർമ്മന്റെ ഒച്ചയൊക്കെ കേട്ടിട്ട് എല്ലാവരും എഴുന്നേറ്റ് വരുന്നുണ്ട്. ബാലനും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് കള്ളൻ ദേ ഇവിടെ വന്ന് നിൽക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ തുടങ്ങി ദേവിക്ക് ഭയങ്കര നിന്ന് വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ദേവി. അപ്പൊ ആ സമയത്ത് എന്നിട്ട് എവിടേക്കാ പോയത് എന്ന് ചോദിക്കുമ്പോൾ പുറത്തേക്ക് ഓടിയിട്ടുണ്ട്, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, ഞാൻ പിടിച്ചതാണ് എന്നിങ്ങനെ ധർമ്മം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഓടി പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഉദയഭാനു ആണെങ്കിൽ വീടിന്റെ പുറകുവശത്തായിട്ട് ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്നുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഉദയഭാനു പിടിക്കപ്പെടുന്നുണ്ട്. അത് ആരാണ് പിടിക്കുന്നത്, എങ്ങനെയാണ് പിടിക്കപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.